ഇപ്സൺ ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു SMPSൻ്റെ റീസ്റ്റോറേഷനും SMPSൻ്റെ വർക്കിങ്ങും അതിനെ നമ്മളൊരു പവർ സപ്ലൈ യൂണിറ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ SMPS ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് ആവശ്യത്തിനായിട്ട് ഒരു പവർ സപ്ലൈ ആക്കി മാറ്റുകയും അതിനെ റീസ്റ്റോർ ചെയ്തെടുക്കുകയും ചെയ്യാൻ പോകുന്ന പരിപാടിയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് പിന്നെ ഒന്ന് പെയിൻ്റൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയായിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ ഈ പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സൈഡെല്ലാം നല്ലൊരു സ്പ്രേ പെയിൻറ്റ് വെച്ച് എടുത്തിട്ടുണ്ട്. തുരുമ്പെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണെന്നും എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രോണിക് സർവീസുകളും വർക്കുകളും ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ് ഇതുപോലത്തെ ഒരു SMPS. ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിഫറെൻ്റ് ഔട്ട്പുട്ടുകളാണ്. 5 വോൾട്ട് ഉണ്ട്, 12 വോൾട്ട് ഉണ്ട്, 3.3 വോൾട്ട് ഉണ്ട്, മൈനസ് വോൾട്ടേജുകൾ വരെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു SMPS നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മദർ ബോർഡിലേക്ക് കൊടുക്കുന്ന കണക്ഷൻസിൻ്റെ മെയിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് വയറുണ്ട്. ഓറഞ്ച് വയർ എന്ന് പറഞ്ഞാൽ 3.3 വോൾട്ടാണ്. റെഡ് എന്ന് പറയുന്നത് 5 വോൾട്ടും യെല്ലോ എന്ന് പറയുന്നത് +12 വോൾട്ടുമാണ്. പിന്നെ ഈ ബ്ലാക്ക് വയർ എല്ലാം ഗ്രൗണ്ടുമാണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഈ 3 വോൾട്ടേജുകളാണ് ആവശ്യമായിട്ട് വരിക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഔട്ട്പുട്ട് വോൾട്ടേജുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന മെയിൻ പവർ സപ്ലൈ കണക്ഷൻ. ഇതിലൊരു ഗ്രീൻ വയറുണ്ട്. അതിൻ്റെ പേര് PS ഓൺ എന്നാണ്. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പവർ സപ്ലൈ ഭാഗങ്ങളും ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ മദർ ബോർഡ് ഈ ഗ്രീൻ വയറിന് ഒരു സിഗ്നൽ കൊടുക്കുകയും അന്നേരം മാത്രമേ ഈ SMPS പൂർണ്ണമായിട്ടും ഔട്ട്പുട്ടുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുള്ളൂ. അതായത് ഈ ഗ്രീൻ സിഗ്നലിന് ഒരു 0 വോൾട്ട് കിട്ടുമ്പോഴാണ് ഈ SMPSൻ്റെ ബാക്കി എല്ലാ സപ്ലൈ ഭാഗങ്ങളും ഓൺ ആകുന്നത്. അപ്പോൾ നമ്മൾ ഈ SMPS കമ്പ്യൂട്ടറിൽ നിന്നും പുറത്തെടുത്ത് വെച്ച് ഓൺ ആക്കുമ്പോൾ വെറുതെ ഓൺ ആക്കിയാൽ ഇത് ഓൺ ആവില്ല. ഈ ഗ്രീൻ വയർ ഒരു ബ്ലാക്ക് വയറുമായിട്ട് ഷോർട്ട് ചെയ്യണം. അതായത് മദർ ബോർഡിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണെന്നുള്ള സിഗ്നലാണ് 0 സിഗ്നൽ. ആ 0 സിഗ്നൽ നമ്മൾ പുറത്തെടുത്ത് വെച്ച് കൊടുക്കുമ്പോഴാണ് ഈ SMPSൻ്റെ എല്ലാ ഔട്ട്പുട്ടുകളും വരുള്ളൂ. അതുകൊണ്ട് ഈ ഗ്രീൻ വയറും ബ്ലാക്ക് വയറും ഷോർട്ട് ചെയ്താൽ മാത്രമേ ഈ SMPS വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ബാക്കി എല്ലാ സപ്ലൈ വോൾട്ടേജുകളും ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് ഓരോ വോൾട്ടേജിൻ്റെയും ഔട്ട്പുട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത്. റെഡ് വയർ ആണെങ്കിൽ 5 വോൾട്ടാണ്, യെല്ലോ വയർ ആണെങ്കിൽ +12 വോൾട്ടാണ്. എല്ലാ വോൾട്ടേജുകളും ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വർക്കിന് ആവശ്യമായ അല്ലെങ്കിൽ പവർ സപ്ലൈ ഔട്ട്പുട്ട് എടുക്കാൻ ആവശ്യമായ ഒരു ബോർഡാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിൽ ഒരു 200 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് SMPSമായി കണക്ട് ചെയ്താൽ നമ്മുടെ ഇലക്ട്രോണിക്സ് വർക്കുകൾ ചെയ്യുന്നതിന് ആവശ്യമായ ഔട്ട്പുട്ടുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് +12 വോൾട്ട് ഉണ്ട്, +5, +3.3 ഈ 3 വോൾട്ടുകളാണ് മെയിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ വർക്കുകൾക്ക് കോമൺ ആയിട്ട് വരുന്ന ആവശ്യമായ വോൾട്ടേജുകൾ ഈ 3 വോൾട്ടേജുകളെ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോർഡ് മേടിക്കുക. അത് നമ്മൾ SMPSൻ്റെ സൈഡിലായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മദർ ബോർഡിന് കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ഷൻ ഈ ഭാഗത്തായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോന്നിൽ നിന്നും നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് ഈ SMPSൻ്റെ സൈഡിൽ തന്നെ ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനൊരു ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ പവർ സപ്ലൈ സോഴ്സാണ് ഈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു SMPS ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ഇലക്ട്രോണിക്സ് വർക്കുകളും വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി അഡീഷണൽ ആയിട്ട് വേറെ സപ്ലൈയും ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ഇതിനെ ഇതുപോലെ എടുത്ത് നിങ്ങൾ സൈഡിലൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. സ്ക്രൂ ഡ്രൈവർ ഇട്ട് മുറുക്കി നല്ല വൃത്തിയാക്കി തന്നെ വെക്കുക, എങ്ങും ഷോർട്ട് ആവാത്ത രീതിയിൽ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഫിക്സ് ചെയ്തെടുക്കാം. വെറുതെ നിങ്ങൾ പുറത്ത് വെച്ചാലും ഉപകാരപ്രദമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ സോഴ്സ് സപ്ലൈയും ഇതിൽ നിന്ന് തന്നെ ലഭിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് ഞാൻ വാങ്ങി ഇതുപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് ചെയ്തെടുത്തത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് ആവശ്യമുള്ള ഇലക്ട്രോണിക്സ് വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു SMPSൻ്റെ ഈ ഒരു പവർ സപ്ലൈ ഇതിൽ കണക്റ്റും കൂടെ ചെയ്തെടുത്താൽ നമ്മുടെ വർക്കിന് ആവശ്യമായ പവർ സോഴ്സ് അല്ലെങ്കിൽ പവർ സപ്ലൈ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചെക്ക് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇതുപോലെ 2 കണക്ടറുകൾ റെഡിയാക്കി എടുക്കുക. ഇതിന് പറയുന്ന പേര് ബനാന കണക്ടർ എന്നാണ്. ബനാന സോക്കറ്റും ബനാന ഫീമെയിൽ ആൻഡ് മെയിൽ കണക്ടർ, അത് 2 എണ്ണം നിങ്ങൾ വാങ്ങുക. ഫീമെയിൽ കണക്ടറാണ് ഈ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ബോർഡിലുള്ളത്. മെയിൽ കണക്ടർ ഇതുപോലെ 2 എണ്ണം എടുക്കുക, ഒരു ബ്ലാക്കും ഒരു റെഡും. അപ്പോൾ അത് ഏത് സപ്ലൈ ആണ് ആവശ്യം അതിലായിട്ട് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം എടുത്താൽ മതിയാവും. അപ്പോൾ ആദ്യമേ ഞാനൊരു 12 വോൾട്ട് സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു ബൾബ് എടുത്തിട്ട് 12 വോൾട്ടിൻ്റെ ബൾബ് എടുത്തൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇത് 5 വോൾട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 12 വോൾട്ടിൻ്റെ സോക്കറ്റിലിടാം. ഓക്കെ,
ഇനി ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പവർ സോഴ്സും കൊണ്ട് നമ്മുടെ ഇലക്ട്രോണിക്സ് വർക്കുകളെല്ലാം ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു SMPS ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു SMPSൽ മാത്രം എടുത്താൽ മതിയാവും. എല്ലാ വർക്കുകളും നമുക്ക് ഈ ഒരൊറ്റ SMPSൻ്റെ പവർ സോഴ്സ് ചെയ്യാൻ സാധിക്കും.